വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും വിലങ്ങാടും കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദുഃഖം പ്രകടിപ്പിച്ചത്. ഇന്ത്യൻ ജനതയോട്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനത്തോട് തന്റെ അടുപ്പം പ്രകടിപ്പിക്കുകയാണെന്നും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു. പേമാരി മൂലം കനത്ത നാശനഷ്ടമുണ്ടായ നിരവധി ഉരുൾപൊട്ടലുകൾക്ക് കാരണമായി മനുഷ്യജീവനുകൾ നഷ്ടമായ നിരവധി പേർ കുടിയൊഴിക്കപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് താൻ തന്റെ അടുപ്പം പ്രകടിപ്പിക്കുന്നു. വിനാശകരമായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ദുരന്തം ബാധിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു. തന്റെ പൊതു സന്ദേശത്തിന്റെ സമാപനത്തിലാണ് പാപ്പ കേരളത്തെ നടുക്കിയ ദുരന്തത്തെക്കുറിച്ച് പങ്കുവച്ചത്. അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ കണ്ടെത്താനുള്ളവർക്കായി 5ാം ദിനവും വ്യാപകമായ തിരച്ചിലാണ് നടന്നത്. നിലവിൽ ലഭിക്കുന്ന അനൌദ്യോഗിക വിവരപ്രകാരം 352 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. 206 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് കണക്ക്. അതിൽ 87 സ്ത്രീകളും 98 പുരുഷന്മാരുമുണ്ട്. 30 കുട്ടികൾക്കും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. 148 മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട്. വയനാട്ടിൽ 93 ക്യാമ്പുകളിലായി 10,042 പേരുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്, മഞ്ഞക്കുന്ന്, പാലൂർ, വായാട് പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ 13 വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. 9 വീടുകൾ ഭാഗികമായി നശിച്ചു. 44 വീടുകളിൽ തുടർന്ന് താമസിക്കാനാകാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു. 100 ഏക്കറിന് മേൽ കൃഷിഭൂമി മണ്ണൊലിച്ചും പാറകൾ നിറഞ്ഞും ഉപയോഗശൂന്യമായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കാർഷിക മേഖലയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. റോഡുകൾ തകർന്നതിനാൽ ഒറ്റപ്പെട്ട നിലയിലാണ് പല പ്രദേശങ്ങളും.